അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കൊടൈക്കനാലൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു സ്പോട്ടുണ്ട് കേട്ടോ ഇവിടെ. കൊടൈക്കനാൽ എത്തുന്നതിൻ്റെ ഒരു 4 കിലോമീറ്റർ മുന്നേ ഇതേപോലെ ലെഫ്റ്റിക്കൊരു റോഡ് പോകും കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് റോഡ് പോകും. ഊറ് പേര് കറക്റ്റായിട്ട് അറിയില്ല, എന്തോ സെൽമന്നൂറാ അങ്ങനെ എന്തോ പറഞ്ഞു. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ചോദിച്ചാൽ മതി, നമ്മൾ കൊടൈക്കനാൽ സിറ്റി വ്യൂ പോയിൻ്റ് എന്ന് ചോദിച്ചാൽ മതി. നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ കൊടൈക്കനാൽ ടൗൺ മൊത്തം കാണാൻ പറ്റും. അതേപോലെ ആ സൈഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വ്യൂ പോയിൻറ്റും കൂടിയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെത്തലക്കുണ്ട്, തേനി, കമ്പം, മധുര ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ടൗണുകളൊക്കെ കാണാൻ പറ്റും നിന്ന് കഴിഞ്ഞാൽ. ഇവിടെ നിന്ന് റൈറ്റ് അവിടെ ഒരു ലെഫ്റ്റിക്ക് ഒരു റോഡ് പോകുന്നുണ്ട്, അതിൽ പോകാൻ പറ്റില്ല കേട്ടോ. ഈ റൈറ്റിക്ക് ഈ കയറ്റം കയറിയിട്ട് തന്നെ പോകണം. കയറ്റം കയറി മുകളിൽ എത്തിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 സൈഡിലും ഞാൻ പറഞ്ഞ മരങ്ങളാണ് കേട്ടോ. ചെറിയ ചെറിയ പിഞ്ച് കായ്കളുണ്ട്, മൂത്തില്ല. കയറ്റമാണ് കേട്ടോ, നല്ല കയറ്റമാണ്. സെക്കൻഡ് ഗിയറിലേക്ക് കയറി പോകുള്ളൂ. ഞാൻ ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റൊരു കേരള വണ്ടി പോലും കണ്ടില്ല. ആകെ കുറച്ച് ഇതാണ് ആ സ്പോട്ട്. ആകെ കുറച്ച് TM വണ്ടികൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇതാണ് കേട്ടോ വ്യൂ പോയിൻ്റ്. ഇപ്പം നമ്മുടെ ആ ബാക്കിൽ കാണുന്ന മൊത്തം കൊടൈക്കനാൽ ടൗണാണ് കേട്ടോ. ടൗണിലെ കെട്ടിടങ്ങളാണ്. നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. സൈഡിൽ കമ്പി വലിയിട്ട് കെട്ടിയിട്ടൊന്നുമില്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഇത് ഇറങ്ങിപ്പോയി നോക്കാം. ഇതിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, തടയണയായിട്ടൊന്നുമില്ല. ഇതാട്ടാ, നമുക്ക് അറ്റത്ത് കാണാൻ പറ്റുന്നുണ്ട് ചെറിയൊരു ടൗണ്. അത് കമ്പം ടൗണാണ് കേട്ടോ. അല്ല, അത് വെത്തിലക്കുണ്ട്. നേരെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കമ്പം ടൗണ്. ഇവിടുന്ന് രാത്രി എടുത്തൊരു ഫോട്ടോ ഞാൻ ഇതിലിടാട്ടോ. അതേപോലെ ഇതാണ് കേട്ടോ കൊടൈക്കനാൽ സിറ്റിയുടെ വ്യൂ. സെറ്റായില്ല കാണാൻ, രാത്രി കാണാൻ സ്റ്റൈലായിട്ടുണ്ടാവും. ഫുള്ള് ലേറ്റായിരിക്കും.